പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമി മാധ്യമങ്ങളുമൊക്കെ ചേർന്ന് CPMന് ഹിന്ദുത്വ ബാന്ധവമുണ്ട്, BJP ബാന്ധവമുണ്ട് എന്ന രീതിയിൽ ഒരു ആഖ്യാന നിർമ്മിതിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന നീചമായ ശ്രമങ്ങളെ പറ്റിയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ ക്ഷേമ നികുതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് അത് നഷ്ടപ്പെട്ടു. സാധാരണഗതിയിൽ UDFന് ലഭിക്കേണ്ടതാണ്, പക്ഷേ UDFന് അത് നഷ്ടപ്പെട്ടു. അത് അവർക്കിടയിലുള്ള ആസൂത്രണമില്ലായ്മയും ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെയാണ്. ഒരു മുന്നൊരുക്കവുമില്ലാതെ അവർ അംഗങ്ങളെ നിർദ്ദേശിച്ചതും മത്സരിച്ചതുമാണ് പ്രശ്നമുണ്ടാക്കിയത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നെ വരാം. ഇപ്പോൾ ഹിന്ദുത്വത്തിന് മണ്ണൊരുക്കുന്നവരും താമരക്കുളത്തിന് വെള്ളമൊഴിക്കുന്നവരും ആരാണ് എന്ന ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ നികുതി അപ്പീൽ സമിതി അധ്യക്ഷ പദവി BJPക്ക് എത്തിച്ചു കൊടുത്തത് ആരാണ്? കോൺഗ്രസ്സുകാരാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോഴിക്കോട്ടെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കും തർക്കവും അതുമൂലം അവർക്ക് ഒരാസൂത്രണവും തയ്യാറെടുപ്പും നടത്താൻ കഴിയാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടപെടേണ്ടി വന്നു. അവർക്ക് വേണ്ടത്ര തയ്യാറെടുപ്പില്ല, ആസൂത്രണമില്ല. ഈ കാര്യങ്ങളെയൊക്കെ തങ്ങളുടെ ദൗർബല്യങ്ങളെ, തങ്ങളുടെ ഗ്രൂപ്പുകളെ മറച്ചു പിടിച്ച് BJPക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവി കിട്ടിയത് CPMൻ്റെ നിലപാട് കൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ്സുകാരും ലീഗിലെ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് തിളക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം ഹിന്ദുത്വ വർഗീയതയെ താലോലിച്ചതും അവരുമായി രഹസ്യമായിട്ട് മാത്രമല്ല പരസ്യമായിട്ടും കൂട്ടുകൂട്ടിയതും കോൺഗ്രസ് മാത്രമാണ്. കോലി ബീസയ്ക്കൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. താമരക്കുളത്തിന് വെള്ളമൊഴിച്ചവർ മറ്റാരുമല്ല, കോൺഗ്രസ്സുകാരും ലീഗുകാരും തന്നെയാണ് എന്ന ചരിത്രം കോഴിക്കോട്ടെ ജനങ്ങൾക്ക്, വടകരയുടെയും ബേപ്പൂരിൻ്റെയൊക്കെ കോലീബി അനുഭവമുള്ള ജനങ്ങൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പിറകെ നമുക്ക് പരിശോധിക്കാം. കോർപ്പറേഷൻ കൗൺസിലിൽ 35 അംഗങ്ങളുടെ LDF കൃത്യമായ ആസൂത്രണത്തോടെ പരമാവധി ലഭ്യമാവാകുന്ന 6 സ്ഥിരസമിതികളും നേടി. 28 കൗൺസിലർമാരുള്ള UDFന് 2 സമിതികൾ നേടായിരുന്നു, അവർക്ക് കിട്ടും. അതിനവർക്ക് കഴിയാതെ പോയത് കോൺഗ്രസ് കൗൺസിലറായ ശോഭിതയെ ഒതുക്കാനുള്ള കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കളികളായിരുന്നു എന്ന വസ്തുത ആർക്കാ അറിയാത്തത്? നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺഗ്രസ്സിലെ അരമന രഹസ്യങ്ങളെല്ലാം അങ്ങാടിയിൽ പാട്ടാണ്. ഈ കാര്യം കോൺഗ്രസ്സിലെ നേതാക്കൾ, അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന പ്രചാരക പണ്ഡിറ്റുകൾ, ഇവരെല്ലാം ഓർമ്മിക്കുന്നത് നല്ലതാണ്. ക്ഷേമം നികുതി അപ്പീൽ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള BJP വിജയം എങ്ങനെയാണ് ഉണ്ടായത്? കോൺഗ്രസ് UDF ആണ് ഉത്തരം പറയേണ്ടത്. കോൺഗ്രസിൻ്റെ അധികാരക്കൊതിയും ഗ്രൂപ്പ് വഴക്കും തന്നെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയസാധ്യത ഉണ്ടാക്കി കൊടുത്തത്. കൗൺസിൽ ആകെ 76 അംഗങ്ങളാണ് ഉള്ളത്. BJPക്ക് 13 അംഗങ്ങളെ ഉള്ളൂ. UDFന് 35ഉം UDFന് 28ഉം LDFന് 35ഉം ആണ് അംഗങ്ങൾ. ഈ കണക്കനുസരിച്ച് LDFന് 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവി കിട്ടും, UDFന് 2 കിട്ടും. അത് ഉറപ്പായി കിട്ടേണ്ടതാണ്. ഇതനുസരിച്ചാണ് LDF വിവിധ കമ്മിറ്റികളിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചതും അവർക്ക് മുൻഗണനാ വോട്ടുകൾ നൽകിയതും. UDFന് കിട്ടേണ്ട ക്ഷേമം നികുതി അപ്പീൽ കമ്മിറ്റികളാണ് LDF ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നത്. അത് അവർക്കറിയാവുന്ന കാര്യമാണ്. ഒരു വേള മാധ്യമ വാർത്തകൾ ഉണ്ടാക്കിയ ഹരത്തിൽ UDF കൂടുതൽ സമിതികൾ പിടിക്കാമെന്ന് ഈ കൗൺസിലിലെ ചില കോൺഗ്രസ് നേതാക്കൾ മോഹം വെച്ച് പുലർത്തി. അതുകൊണ്ടാവാം യാതൊരുവിധ മുന്നൊരുക്കവും നടത്താതെ തോന്നിയതുപോലെ കമ്മിറ്റികളിലേക്ക് മത്സരിച്ച അവർക്ക് കിട്ടുമായിരുന്ന കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കാനാവശ്യമായ അംഗങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഇടതുപക്ഷം ക്ഷേമം അപ്പീൽ നികുതി കമ്മിറ്റികളുടെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടായിരുന്നു. എന്നാൽ തങ്ങൾക്ക് ലഭിക്കാൻ
സാധ്യതയില്ലാത്ത മരാമത്ത്, വിദ്യാഭ്യാസ കമ്മിറ്റി അധ്യക്ഷ പദവികളിലേക്ക് UDFകാർ മത്സരിച്ചു, ദയനീയമായി പരാജയപ്പെട്ടു. യഥാർത്ഥത്തിൽ UDFിൻ്റെ ആസൂത്രണമില്ലായ്മ, മുന്നൊരുക്കമില്ലായ്മ, കാര്യങ്ങൾ പഠിക്കാൻ അവർ തയ്യാറാകാതെ, അതാണ് അവർക്ക് ക്ഷേമം നികുതി അപ്പീൽ സമിതിയുടെ അധ്യക്ഷ പദവി നഷ്ടപ്പെടുത്തിയത്. LDF അംഗങ്ങൾ അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ ഗ്രൂപ്പുകളെയും അതൊക്കെ സൃഷ്ടിച്ച മുന്നൊരുക്കമില്ലായ്മയുമാണ് BJPക്ക് വിജയമുണ്ടാക്കി കൊടുത്തത് എന്ന വസ്തുത മറച്ചു പിടിക്കാൻ കോൺഗ്രസ്സുകാർ, ലീഗുകാരും നടത്തുന്ന പ്രചാരവേലകൾ, സ്വന്തം പരാജയത്തെ മറച്ചുപിടിക്കാൻ വേണ്ടി അവർ നടത്തുന്ന പ്രചാരവേലകൾ യഥാർത്ഥത്തിൽ മലർന്നു കിടന്ന് മേലോട്ട് തുപ്പുന്നതിന് തുല്യമായ കാര്യമാണ്. അവരുടെ മുഖത്ത് തന്നെയാണ് ആ തുപ്പൽ വന്ന് പതിക്കുന്നത്, ആ ആക്ഷേപങ്ങൾ വന്ന് പതിക്കുന്നത്. CPM BJPയുമായി അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന ആഖ്യാന നിർമ്മിതിക്ക് വേണ്ടി കരാറെടുത്തിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ച പല വാർഡുകളിലും BJP വോട്ട് കുറഞ്ഞുപോയി. BJP ജയിച്ച പല വാർഡുകളിലും കോൺഗ്രസ് വോട്ടിന് അതിദയനീയമാം വിധം ശോഷണം സംഭവിച്ചു. അതെന്തുകൊണ്ടാണെന്ന് ആലോചിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞ 40-ലേറെ സീറ്റുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി എന്ന് മാത്രമല്ല, അവരുടെ വോട്ട് അതിദയനീയമാം വിധം കുറഞ്ഞു, താഴോട്ട് പോയി. ഗോവയും അരുണാചൽ പ്രദേശിനെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ BJPയുമായുള്ള ധാരണപ്രകാരം ജയിച്ചു വന്ന 8 പഞ്ചായത്ത് മെമ്പർമാരും കൂട്ടത്തോടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയോടൊപ്പം ചേർന്നത്. ഇതിന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ത് മറുപടിയാണ് പറഞ്ഞത്? അതൊക്കെ നമ്മൾ കേട്ടതാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി പഞ്ചായത്തിലും കാസർകോട്ടെ പൈകളിക പഞ്ചായത്തിലും കോൺഗ്രസ് അംഗങ്ങളുടെ സഹായം BJPക്ക് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഈ കാര്യം അവർ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിച്ചു, കോൺഗ്രസ് വിശദീകരിച്ചു, ലീഗ് നേതാക്കൾ വിശദീകരിച്ചു. BJPക്ക് മണ്ണൊരുക്കി കൊടുക്കുന്നതും താമരക്കുളങ്ങളിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്നതും പതിവ് പരിപാടിയാക്കി മാറ്റിയവരാണ് ഇപ്പോൾ ഉളുപ്പില്ലാതെ ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അരുണാചൽ പ്രദേശിൽ 2016 മുഖ്യമന്ത്രിയായിരുന്ന പേമ ഗഡുവിൻ്റെ നേതൃത്വത്തിൽ 43 കോൺഗ്രസ് MLAമാർ BJPയിലേക്ക് ഒഴുകുകയായിരുന്നല്ലേ. കോൺഗ്രസ് വിട്ട് പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ രൂപീകരിച്ച് അതുവഴി അവർ BJPയിലേക്ക് ചെന്നു ചേരുകയായിരുന്നു. കോൺഗ്രസ് MLAമാർ ഇതേ രീതിയിൽ തന്നെയാണ് ആസാമിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കോൺഗ്രസ് PCC നേതൃത്വമാകെ തന്നെയും തൃണമൂൽ വഴി BJPയിൽ ചെന്ന് ചേരുകയായിരുന്നു. 2019 കർണാടകയിൽ ഓപ്പറേഷൻ ലോട്ടസ് വഴി അന്നത്തെ കർണാടകയിലെ സഖ്യ സർക്കാരിൽ നിന്ന് 13 കോൺഗ്രസ് MLAമാരാണ് BJPയിലേക്ക് പോയത്. 2020 ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കം 22 കോൺഗ്രസ് MLAമാരാണ് മധ്യപ്രദേശിൽ BJPയിലെത്തിയത്. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കമൽനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ നിലംപൊത്തിയത്. 2019 ഗോവയിൽ ആകെയുള്ള 15 കോൺഗ്രസ് MLAമാരിൽ 10 പേരും BJPയിൽ ചേരുകയാണ് ഉണ്ടായത്. 2022 അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിലാണ് കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി ദിഗംബർ കാമത്ത്, മൈക്കൽ ലോബോയ് ഇവരെല്ലാം BJPയിൽ ചേർന്നത്. അവരോടൊപ്പം 8 MLAമാരും BJPയിൽ ചേർന്നു. 2020 ഗുജറാത്തിൽ 8 കോൺഗ്രസ് MLAമാർ രാജിവെച്ച് കൂട്ടത്തോടെ BJPയിൽ ചേർന്നു. ഇപ്പോൾ ഇതാ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ? ബീഹാറിലെ കോൺഗ്രസ് MLAമാർ ഒട്ടാകെ ഒന്നിച്ച് NDAയിൽ ചേക്കേറാൻ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ബീഹാറിലെ കോൺഗ്രസ് നിയമസഭാ കക്ഷി ഒന്നടങ്കം BJPയിൽ ചേരുക. 6 MLAമാരാണ് കോൺഗ്രസിനുള്ളത്. ഇന്ത്യ സഖ്യത്തിൽ അവർ വലിയ വിലപേശം നടത്തി 61 സീറ്റുകൾ മത്സരിച്ചതാ കോൺഗ്രസ്. എന്നിട്ട് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞ 6 സീറ്റുകൾ മാത്രം. ആ 6 MLAമാരും ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസമായിട്ടില്ല BJPയോടൊപ്പം ചേരുന്നു. അതിനുള്ള ആലോചനകൾ, ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിലുള്ള BJPയുടെ MPമാരിൽ, മോഡിയെ പിന്തുണക്കുന്ന MPമാരിൽ ഭൂരിപക്ഷവും കോൺഗ്രസ് നേതാക്കളാണെന്ന വസ്തുത CPMനെ താമരക്കുളം നനയ്ക്കുന്നവരായി ആക്ഷേപിക്കാൻ ഉത്സാഹം കാണിക്കുന്നവർ ഓർമ്മിക്കുന്നതൊക്കെ നല്ലതാണ്. ഓർമ്മയെന്നത് ഓരോ വ്യക്തിയുടെയും ജനതയുടെയും ചരിത്രബോധമാണ്. കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെയും അധികാരമോഹത്തിൻ്റെയും അന്ധതയിൽ ചരിത്രബോധം നഷ്ടപ്പെട്ട ആൾക്കാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കിക്കൊടുത്ത ആൾബലത്തിലാണ് രാജ്യം വർഗീയ ഫാസിസ്റ്റുകളുടെ കയ്യിലെത്തിയിരിക്കുന്നത് എന്ന്
എല്ലാവരും ഓർമ്മിച്ചേ പറ്റൂ. RSSൻ്റെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് എല്ലാ കാലത്തും കോൺഗ്രസ് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഒരേ സാമ്പത്തിക സാമൂഹ്യ അടിത്തറയിൽ നിന്ന് ഉയർന്നു വന്നവരാണ്. ഭൂരിപക്ഷ വർഗീയതയുടെ ഗുണകാംക്ഷികളാണ് ഇവരെല്ലാം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിദാനം ചെയ്ത കോൺഗ്രസിലെ മതനിരപേക്ഷ ജനാധിപത്യ ധാരക്കെതിരെ എല്ലാ കാലത്തും കോൺഗ്രസിനകത്ത് ഹിന്ദുത്വവാദികളോടൊപ്പം നിന്ന് അവരുടെ അജണ്ടയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. അത്തരക്കാരാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാക്കളും സവർണ ഹൈന്ദവ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഗോവിന്ദ വല്ലഭായ് പന്ത് മുതൽ നരസിംഹറാവു വരെ ബാബരി മസ്ജിദ് തുറന്നു കൊടുക്കാനും ശിലാന്യാസത്തിന് അനുമതി കൊടുക്കാനും രാജീവ് ഗാന്ധി തയ്യാറായില്ലേ? പള്ളി തകർത്ത സ്ഥലത്ത് അമ്പലം പണിയാൻ വെള്ളിശിലകൾ നൽകിയ പ്രിയങ്ക ഗാന്ധി ആ നിരയിലല്ലേ പെടുന്നത്? ദിവസത്തിൽ 24 തവണയെങ്കിലും മോഡിയെ സ്തുതിക്കുന്ന ദിഗ്വിജയ സിംഗുമാരും ശശി തരൂരുമാരും ഇപ്പോഴും കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. എന്നിട്ടാണ് ഇവിടെ താമരക്കുളം നനക്കുന്നവരെക്കുറിച്ച് പറയുന്നത്. ആരാണ് താമരക്കുളം നനക്കുന്നത്? കർണാടക നിയമസഭയിൽ ഗണഗീതം ആലപിക്കുകയും RSSൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ സേവനങ്ങളെ പുകഴ്ത്തുകയും ചെയ്ത DK ശിവകുമാർ കർണാടകയിലെ മാത്രമല്ലല്ലോ കേരളത്തിലെയും കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും ആരാധ്യ പുരുഷനല്ലേ? RSSൻ്റെ സംഘടനാ ശക്തിയെ ആരാധനയോടെ പുകഴ്ത്തുന്ന നേതാക്കളാണ്. AICCയിലെ പ്രമുഖരെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് ചരിത്രവും വർത്തമാനവും പഠിക്കാനോ കാണാനോ കഴിയാത്ത കോൺഗ്രസ് ലീഗ് പ്രചാരകരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷേ ഇതെല്ലാം നമ്മൾ ഓർത്തേ പറ്റൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയാധികാരം കൈയാളുന്ന BJPക്ക് ഈ അവസ്ഥയിലേക്ക് വളരാനും ഇന്ത്യയിൽ തുടർച്ചയായി ഭരണം നടത്താനും കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ നയങ്ങളാണ്. കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് കൂട്ടത്തോടെ ചേക്കേറിയതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും BJPക്ക് ഇന്ന് ഭരണമുള്ളത്.